ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി. മർത്ത, മറിയം എന്നിവരായിരുന്നു ലാസറിൻ്റെ സഹോദരിമാർ. അയാൾ ഈശോയുടെ സ്നേഹിതനായിരുന്നു. ഒരിക്കൽ അയാൾ മരിച്ചു. ലാസറിൻ്റെ അടക്കം കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോ അവരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചത്. ലാസർ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾക്കിനി ആരുണ്ട്? ആളയച്ച് കർത്താവിനെ അറിയിച്ചിട്ടും അവിടുന്ന് എന്താണ് വരാത്തത്? അവിടുന്നും ഞങ്ങളെ കൈവിടഞ്ഞോ? അല്ല, അങ്ങനെയാവില്ല. അവിടത്തേക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടാകും. കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങയുടെ സ്നേഹിതൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. ആളയച്ചറിയിച്ചിട്ടും അങ്ങ് എന്താണ് അവനെ കാണാൻ വരാതിരുന്നത്? മർത്ത, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാണ് കർത്താവേ? അവൻ മൃതനായില്ലേ? മരിച്ചയാൾ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാനാണ്? എങ്കിലും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. മർത്ത, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ മരിച്ചിട്ട് 4 ദിവസമായി. ഇനി ഇത് എങ്ങനെ സാധ്യമാകാനാണ്? എനിക്കും മറിയത്തിനും അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവേ! മറിയം, നീ വിഷമിക്കരുത്. അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? വന്നാലും കർത്താവേ, അത് ഇവിടെയാണ്. ഈ കല്ല് എടുത്തു മാറ്റുവിൻ. അവനെ അടക്കം ചെയ്തിട്ട് ഇന്ന് 4-ാം ദിനമാണ്. ദുർഗന്ധമായിരിക്കും ഗുരു. അവനെ ഒരു നോക്ക് കാണാനാണെങ്കിൽ അത് അസാധ്യമാണെന്ന് അങ്ങേക്കറിയാമല്ലോ പ്രഭു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ദൈവമഹത്വം നീ കാണാൻ ആഗ്രഹിക്കുന്നുവോ മർത്ത? ഉവ്വ് പ്രഭു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അങ്ങാണെന്ന് ഈ ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലാസറേ, പുറത്തു വരിക.